Hi friends, welcome to VVS World. VVS Worldന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടില്ലേ ഒരു കിഡിലൻ മൊബൈൽ സ്റ്റാൻഡ് ഇല്ലേ, ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കൊണ്ട് A4 സൈസ് പേപ്പർ കൊണ്ട് എങ്ങനെ നമുക്ക് ഈസി ആയിട്ടൊരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതിനെ ഫസ്റ്റ് സെൻറ്ററായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഓക്കെ, ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കിയെടുക്കണം. ഓക്കെ, അത് കറക്റ്റ് അഡ്ജസ്റ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഈ വഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ മടക്കിയെടുക്കുമല്ലോ, അതുപോലെ വീണ്ടും ഒരു മടക്ക്. ഈ ഒരു ഭാഗം നമ്മൾ രണ്ട് സൈഡിലും ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഭാഗം ചെയ്തു, എന്നിട്ട് കണ്ടില്ലേ അതിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഓക്കെ, ഈ മടക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റ് മടക്കി വെച്ചല്ലോ, അത് മടക്കിയതിന് ശേഷം അതിനോട് ചേർന്നിട്ട് നോക്കിക്കോളൂ, അതിനോട് ചേർന്ന് പയ്യെ ആ എഡ്ജസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിൽ, ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജസും കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ശ്രദ്ധിച്ചോളൂ ഫ്രണ്ട്സ്, നമ്മൾ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ, കണ്ടല്ലോ ആ ഒരു ഭാഗം അതിനോട് ചേർത്ത് ഇങ്ങനെ മടക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈ രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റ് അതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു ഷേപ്പ് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ആ രീതിയിൽ അങ്ങോട്ട് മടക്കിയെടുത്ത ഗൈസ് കണ്ടല്ലോ, ആ മടക്കുകൾ കണ്ടല്ലോ, കറക്റ്റ് അതിൻ്റെ എഡ്ജസ് എല്ലാം കറക്റ്റായിട്ട് വരും. ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത സ്റ്റേജ് എന്തെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞല്ലോ. ഇനി ഇപ്പം നമ്മൾ ഈ പേപ്പറിനെ നേരെ ഒന്ന് അങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. തിരിച്ചു വച്ചതിന് ശേഷം നോക്കിക്കോളൂ, ഈ ഒരു പോയിൻ്റ് കണ്ടില്ലേ, അവിടെ ആ ഒരു പോയിന്റിൽ വരുന്ന രീതിയിൽ ഞാൻ ഈ മടക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കണം. ആ ഒരു രീതിയിൽ നമുക്ക് മടക്ക് വരണം. അതുപോലെ ആ മേളിൽ എഡ്ജ് ചെയ്തിട്ട് കണ്ടില്ലേ, അവിടെ നിന്ന് കറക്റ്റ് നമ്മൾ കാണിച്ച ആ പോയിന്റിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടല്ലോ ഗൈസ്, അപ്പം കണ്ടില്ലേ ആ മടക്ക് കറക്റ്റ് അവിടെ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ അതുപോലെ ആ ഒരു ഇതിൽ വരുന്ന ആ ഒരു പോയിന്റിൽ വരുന്ന രീതിയിൽ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് ഒന്ന് നമ്മൾ മടക്കിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഒന്ന് നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വരും. അപ്പം ഓക്കെ, അപ്പം നമ്മുടെ ആ രണ്ട് മടക്ക് കഴിഞ്ഞു. അപ്പം മടക്ക് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടല്ലോ അത് ഈ ഒരു പൊസിഷനിൽ വരും. ഓക്കെ, ഒന്ന് നോക്കി വെക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു മടക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിലാണ് ഇപ്പം മടക്കിയെടുത്തത്, രണ്ട് സൈഡും മടക്കി. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് കണ്ടില്ലേ, നമ്മൾ ഇപ്പം നേരത്തെ സെലക്ട് ചെയ്ത ഈ ഒരു പോയിന്റ്, അവിടെ നിന്ന് തന്നെ നമ്മുടെ ആ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു മടക്ക് നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. കണ്ടല്ലോ അവിടെ നിന്ന് ആ ഒരു സെൻറ്റർ പോയിന്റ്, ആ സെൻറ്ററിലൊരു മടക്കുണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മടക്കിയിട്ടുണ്ടല്ലോ സെൻറ്റർ ഭാഗം, അത് കറക്റ്റ് ആ ഒരു ഭാഗവും നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു പോയിന്റും വരുന്ന രീതിയിൽ കണക്റ്റഡ് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഈ ഒരു ഞാനിപ്പോൾ ഈ മടക്കിയെടുക്കുന്നുണ്ടല്ലോ ഈ ഒരു ഷേപ്പിൽ നമ്മളിത് മടക്കിയെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡും നമ്മൾ അതുപോലെ ആ സെയിം പോയിന്റിൽ തന്നെ വെച്ചിട്ട് ഇപ്പുറത്തെ സെയിം പോയിന്റിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടും മടക്കി എടുത്തു കഴിഞ്ഞാൽ കണ്ടല്ലോ ഫ്രണ്ട്സ്, കണ്ടല്ലോ ഈ ഒരു രണ്ട് ഭാഗത്തും കണ്ടല്ലോ ആ ഒരു രീതിയിലായിരിക്കും വരിക. മടക്കി കണ്ട ഇങ്ങനെ വരും.
ഓക്കെ, ഇങ്ങനെ വന്നതിന് ശേഷം അടുത്ത സ്റ്റേജ് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് മടക്കും മടക്കി കഴിഞ്ഞു. അപ്പം ഫസ്റ്റത്തെ മടക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ മടക്ക് നമ്മൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വച്ചിട്ടുണ്ട്. അത് വച്ചിട്ട് നേരെ പേപ്പറിന് ഓപ്പോസിറ്റ് നമ്മൾ ആദ്യത്തെ ആ ഒരു ഷേപ്പിലോട്ട് വരിക. അപ്പം നമ്മുടെ കണ്ടല്ലോ നമ്മുടെ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്, അതിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു മടക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കോർണർ കണ്ടില്ലേ, അത് വരുന്ന രീതിയിൽ നമ്മളിതിൻ്റെ ഇവിടെ നിന്ന് താഴേന്ന് ഒന്ന് ആ രണ്ടും എഡ്ജസ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കിയെടുക്കുക. ഓക്കെ, കറക്റ്റ് പോയിന്റിൽ നോക്കി ശ്രദ്ധിച്ച് വേണം മടക്കാൻ. ഓക്കെ, അപ്പം അത് മടക്കി കഴിയുമ്പം ഓക്കെ മടക്കി 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 വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് വരിക. ഇപ്പം നമ്മൾ ആദ്യം ഒരു മടക്ക് മടക്കി അത് കഴിഞ്ഞിട്ട് കണ്ടല്ലോ ഈ ഒരു ഷേപ്പിൽ നമ്മൾക്കത് വരും. അപ്പോൾ നമ്മൾ ഏറെക്കുറെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മടക്ക് കഴിഞ്ഞ് ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു എബവ് 80% നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സെൻറ്റർ ഭാഗമില്ലേ, അതൊന്ന് ആ മടക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കിയെടുക്കുക. ഓക്കെ, അത് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ കണ്ടല്ലോ ഈ ഒരു രീതി നമ്മൾ ആദ്യം ഒരു മടക്കവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പോഴാണ് നമുക്ക് ആവശ്യം. അത് ഇങ്ങനെ അങ്ങ് മടക്കുക കണ്ടല്ലോ, എന്നിട്ട് ആ ഒരു രീതിയിൽ ഇതങ്ങ് ക്രോസ് ചെയ്ത് പിടിക്കുക കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റാൻഡ് ആവാറായി. ഇനി നോക്കിക്കോളൂ, വളരെ ശ്രദ്ധിച്ച് നോക്കണം. നമ്മളിതിനെ നേരെ താഴേക്ക് പിടിക്കുക. എന്നിട്ട് ഈ എഡ്ജ് ആ ഒരു ഭാഗം കണ്ടല്ലോ, ഈ ഒരു ഭാഗം ഒന്ന് ചേർത്ത് ഒരുമിച്ച് പിടിക്കുക. ഓക്കെ, അങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് നമ്മൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഇതിനകത്തേക്ക് മടക്കി എടുക്കുകയാണ്. കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനകത്തേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ മടക്കിയെടുത്ത് കണ്ടേ അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇനിയിപ്പം ഞാനിതിലൊരു രണ്ട് ഫോണൊക്കെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വരാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ FB ID, Insta ID എല്ലാം താഴെ ഇടുന്നതായിരിക്കും. അതിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലുമൊക്കെയായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ ഇതും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. താങ്ക് യു.